നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ ഗൃഹപാഠത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഗൃഹപാഠം ചർച്ച ചെയ്യുന്ന വിഷയം വാസ്തുശാസ്ത്രവും ജീവിതവും എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ വാസ്തുശാസ്ത്രത്തിന് എത്രയേറെ പ്രാധാന്യമുണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ലഭിക്കാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്, ഇതേക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ഗൃഹപാഠത്തിലൂടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ 2 മണി വരെ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം. ഇതേക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റുമായ ഡോക്ടർ മുരളീധരൻ നായരാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ആദ്യം തന്നെ ജയ്ഹിന്ദിൻ്റെയും അതുപോലെ ഗൃഹപാഠത്തിൻ്റെയും ഒരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇപ്പോൾ അങ്ങേക്ക് ഒരു അവാർഡ് ലഭിച്ചു അല്ലേ, നമ്മുടെ ഇംഗ്ലണ്ട് എഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ കൊളോറഡോ യൂണിവേഴ്സിറ്റിയുടെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നൽകുന്ന ഒരു അവാർഡ്. ശരി. അത് കേരളത്തിൽ ഈ പ്രാവശ്യം എനിക്കാണ് കിട്ടിയത്. അങ്ങനെ ഓരോ വർഷം ഒരാൾക്ക് തഴിപ്പോവും. ഇന്ന് പ്രകൃതിശാസ്ത്ര രംഗത്ത് പ്രകൃതിശാസ്ത്രത്തിൻ്റെ അവാർഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കാണ് അവാർഡ്. അതൊരു വലിയൊരു നേട്ടമായിട്ടാണ്. അവാർഡ് പലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രചോദനം കൂടിയാണ്. അതെ അതെ, എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കിനി ശബരിമലയുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ശബരിമലയിലെ ഇപ്പോൾ കൊടിമരം സ്ഥാപിക്കുന്ന ഒരു ചടങ്ങ് അല്ലേ, അതിൻ്റെ തൈലാധിവാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ ആ ചടങ്ങിന് ശേഷം ഒരു നാഗം വന്നതായിട്ട് ഞങ്ങൾ പത്രത്തിൽ കൂടിയും യൂട്യൂബിലൂടെയൊക്കെ കാണുകയുണ്ടായി. അതെന്താണ്? സാറും അതിൻ്റെ ഒരു പങ്കാളിയായിരുന്നു, അതുകൊണ്ട് ചോദിക്കുകയാണ് അതിൻ്റെ എന്തായിരുന്നു അതിൻ്റെ ഒരു. അതായത് ശബരിമലത്തെ ഇപ്പോൾ പുതിയ കൊടിമരം, അപ്പോൾ ആൾക്കാർ പലരും ചോദിക്കുന്നത് പഴയ കൊടിമരത്തിന് എന്താ തടസ്സമെന്ന് ചോദിക്കും. പഴയ കൊടിമരം എന്ന് പറഞ്ഞത് 1965 പണിഞ്ഞതാണ്. അതിൽ അത് മരമല്ല, കോൺക്രീറ്റാണ്. ശരി. കോൺക്രീറ്റിൽ സ്വർണ്ണകവചം പൂശിയതാണ്. അപ്പോൾ അതിൻ്റെ ജീർണത സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വിധിപ്രകാരം എല്ലാ യോഗ്യതയുള്ള ഒരു തേക്ക് മരം കണ്ടെത്തി അതിനെ ചെത്തിമിനുക്കി എടുത്ത് തൈലാസിബ തടങ്ങ്, അതായത് നല്ല ശുദ്ധമായ എള്ളെണ്ണയിൽ 32 മരുന്നുകളെല്ലാം സേവിച്ച് ആയുർവേദ മെഡിസിൻ ചേർത്ത് ഉണ്ടാക്കിയ ഒരു തൈലമായിട്ടാണ് അതിനെ പറയുന്നത്. തൈലാസിബ. അത് എണ്ണത്തോണിയിൽ സ്ഥാപിച്ച ശേഷം ചെയ്യുന്ന ചടങ്ങാണ്. അത് തന്ത്രി 51 കലശം പൂജിച്ച് 51 വ്യക്തികൾ, അതിലൊരാളാണ് ഞാനും. അന്ന് വിധിപ്രകാരം അത് ആ ചടങ്ങ് നടത്തി. അപ്പോൾ നിങ്ങൾ ഈ ചോദിച്ച നാഗം വന്നതിനെ പറ്റി പറയാം. ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് വളരെ സൈലൻ്റായ ഒരു അന്തരീക്ഷത്തിലാണ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ നാഗം അവിടെ വന്നത്. വളരെ വലുതായിരുന്നു. അത് ശരിക്ക് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ കണക്കെടുക്കുന്നത്. ശരി. സത്യമായും പവറുള്ളൊരു ചടങ്ങെല്ലാം നടന്നു കഴിഞ്ഞത്. മൊത്തം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, നാഗരാജാവിൻ്റെ സാന്നിധ്യം അറിയിച്ചതാണത്. അത് ശരി കേട്ടോ. അത് പലവിധ കളറായിരുന്നു. അത് പ്രത്യേക രീതിയിലൊരു കളറായിരുന്നു. മുൻപങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള. വളരെയധികം നീളവും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് രാജവമ്പയിലെ പെട്ടവർ ഞാനാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിഞ്ഞൂടെങ്കിലും വളരെ വിശിഷ്ടമായൊരു നാഗമായിരുന്നു അത്. വളരെ വന്നു അത് ഈ എണ്ണത്തോണയ്ക്ക് ചുറ്റുമൊക്കെ ചുറ്റി വന്നിട്ട് കുറച്ച് നേരം കിടന്ന ശേഷം പിന്നെ അത് പിന്മാറി. എല്ലാവരും കാണുകയും ഈ പറഞ്ഞ എല്ലാവരും മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിന് യാതൊരുവിധ പേടിയോ ഭയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആരും തന്നെ വളരെ സൗമ്യമായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ തിരിച്ചു പോയി. അത് നാഗരാജാവിൻ്റെ സാന്നിധ്യം അറിയിക്കുകയും പ്രകൃതിയുടെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ എൻ്റെ സാന്നിധ്യം അറിയിച്ചതാണ്. നിസ്സാര കാര്യമല്ല നടന്നത്. ഇനിയിപ്പോൾ ഏകദേശം 10 തലമുറയോളം ഇത് നിൽക്കും. സാധാരണ എത്രത്തോളം എണ്ണത്തോണിൽ ഈ തടി കിടക്കാമോ അത്രത്തോളം നല്ലതാണ്. ഒരു 8 മാസം കഴിഞ്ഞാലേ ഇതെടുത്ത് കൊടിമരം സ്ഥാപിക്കുകയുള്ളൂ. പക്ഷെ അത്രത്തോളം ഇത് എണ്ണത്തോണി കിടക്കും. ഈ തൈലം, ഈ മരുന്ന് കൂട്ടിലുണ്ടാക്കിയ തൈലം കംപ്ലീറ്റ് മുക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിരുന്നാൽ എന്ത് ചെയ്യുന്നിരുന്നാൽ ഈ തടിയുടെ ബലം കൂട്ടുക ആണ് നശീകരണം. അത്രത്തോളം ഒരു കാലാവസ്ഥ വ്യതിയാനം ഒരിക്കലും തന്നെ ഈ തടിയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ചടങ്ങാണ്. ഇനി ഇതിൽ സ്വർണ്ണഭൂഷണ കർമ്മം നാട്ടിയതിന് ശേഷം ഇപ്പോഴും ഇതിൻ്റെ കവചം ഉണ്ടാക്കിക്കോളും. അത് കൊണ്ടുപോയ ശേഷം ഉടനെ അത് കംപ്ലീറ്റ് കവറായിട്ട് ഒരു താഴോട്ട് ഇടുന്ന ചടങ്ങ്, അതൊക്കെ പെട്ടെന്ന് നടക്കും. പക്ഷേ ഇത് സീസൺ ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് ഇപ്പം നടക്കുന്നത്. അത് അയ്യപ്പൻ്റെ. അപ്പോൾ പലരും ചോദിച്ചു ഇതെന്ത് കോൺക്രീറ്റിന് ജീർണത സംഭവിച്ചു. എല്ലാത്തിനും ജീർണത സംഭവിക്കാൻ. അത് നേരത്തെ ഉള്ളത് കോൺക്രീറ്റ് ആയിരുന്നു.
ഇപ്പോൾ ചെയ്യുന്നത് തേക്കിൻ്റെ എല്ലാ ഐശ്വര്യമുള്ളൊരു തടിയാണ്. അതിന് ഏകദേശം നീളം വന്നിട്ട് 16 കോല് 2 അങ്കുലം നീളമുണ്ട്. അതിലാണ് സ്ഥാപിക്കുന്നത്. അയ്യപ്പൻ ഇരിക്കുന്ന ദർശനം നേർക്ക് തന്നെയായിരിക്കും സ്ഥാപിക്കുന്നത് അല്ലേ? ഇപ്പോഴത്തെ കൊടിമാറി ഇരിക്കുന്ന അതേ സ്ഥാനം തന്നെയാണ്, മാറ്റൊന്നും പറ്റില്ല. ഓക്കെ സാർ, നമ്മുടെ ആദ്യത്തെ കോൾ വെയിറ്റിംഗിലാണ്. ആരെന്ന് നോക്കാം. ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ നമസ്കാരം. ഹലോ ഹലോ. ഓക്കെ, കോൾ ഡ്രോപ്പായി. ഇനി നമുക്ക് വാസ്തുവിലേക്ക് വരാം. ഇപ്പോൾ പലരും വീട് പണിയുമ്പോൾ 2 കിച്ചൺ പണിയുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും താഴത്തെ നിലയിലും ഒരു 2 കിച്ചണായിട്ട് പണിയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇതിന് വാസ്തുപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഇപ്പോഴും ആധുനിക രീതിയിലൊരു ആധുനിക രീതിയിലൊരു വീട് പണിയുമ്പോൾ പാൻട്രി കിച്ചൺ 2, കാരണം ഈ വർക്ക് ഏരിയ ആയിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സാധാരണ കിച്ചണും മോഡേണായിട്ട് വേറൊരു കിച്ചണും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതൊരു കുറ്റോട്ട് പറയല്ലേ. പിന്നെ സാധാരണ പറയുന്ന ശാസ്ത്രത്തിൽ പറയുന്നത് ഒരു വീട്ടിനുള്ളിൽ 2 അടുക്കള പാടില്ല എന്നൊരു സങ്കല്പമുണ്ട്. അത് 2 അടുക്കള എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യമായി ഒരു അടുക്കള ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ മക്കൾ പണിയാൻ മറ്റേ വേറെ ഒരു അടുക്കള വെച്ചൊക്കെ ഉപയോഗിക്കും. അതൊന്നും പാടില്ല എന്നൊരു തത്വത്തിൽ കൂടെയാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോഴും ഒരു പാൻട്രിയും ഒരു കിച്ചൺ ഉണ്ടാക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. ഇല്ല, നമ്മളിപ്പോഴും വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ് ഒരുപാട് അന്ധവിശ്വാസം ഇതിനകത്ത് കളത്തുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. എന്നിട്ട് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റിക്കളയരുത്. അല്ലാത്ത ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുക. ഇതിനകത്ത് ഒരുപാട് അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം നിറഞ്ഞാണ് ഈ സബ്ജക്റ്റ് കേട്ടോ. അതിലേക്കൊന്നും ഞാൻ പോകില്ല. പറയാന്നുള്ള കാര്യങ്ങൾ ഒരു പാൻട്രിയും കിച്ചൺ ചെയ്യുന്ന യാതൊരു തടസ്സമില്ല. അത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോഴും ഡൈനിങ് ടേബിൾ ഇല്ലാതെ തന്നെ ഈ പാൻട്രിക്കകത്ത് ചെറിയ ടേബിൾ വെച്ചിട്ട് ചൂടോടുകൂടി ആഹാരം ചുട്ടുകൊടുത്ത് കഴിക്കുന്നൊരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഓക്കെ സാർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഇതാരാ വിളിക്കുന്ന, പേര് പറയാമോ? ഓക്കെ ജ്യോതി, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. സംശയം പറഞ്ഞോളൂ സാറിനോട്, പറഞ്ഞോളൂ. കന്നിമൂലയിൽ കട വരുവാണെങ്കിൽ അതിന്റെ കൂടെ ചേർന്ന് വീട് വെക്കാന്ന് അറിയാണ്ടല്ലോ സാർ. കന്നിമൂലയിൽ കടയോ? കട നമ്മളൊരു കടയാണ് വെച്ചേക്കണേ. അപ്പൊ അതിനോട് ചേർത്ത് വീട് വെക്കാമോ എന്തോന്ന് അറിയാൻ. ഇപ്പം നിലവിൽ വീടിൻ്റെ ഇപ്പം നിങ്ങൾ പണിഞ്ഞ വീട് വയ്ക്കുമ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കാതെ ശ്രമിക്കുക. ആ കടയോട് ചേർക്കണ്ട, അല്ലാതെ രീതിയിൽ വീട് വയ്ക്കാൻ ശ്രമിക്കുക. അല്ല, മുകളിൽ വയ്ക്കുന്ന തടസ്സമൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, നിലവിൽ നിൽക്കുന്നതിനെ ചേർത്ത് വയ്ക്കാതിരിക്കുന്നാൽ മതി. അതെ, ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ ജ്യോതി, അപ്പോൾ സംശയം മാറുന്നു വിശ്വസിക്കുന്നു. വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. അതുപോലെ ഇന്ന് വീട് വയ്ക്കുമ്പോൾ പലർക്കും തെക്ക് ദർശനം കൊടുക്കാൻ വളരെയധികം പേടിയാണ്. കാരണം യമൻ്റെ ദിക്കാണെന്നാണ് പൊതുവേ ഉള്ളൊരു പറച്ചിൽ. അതുകൊണ്ട് തന്നെ തെക്ക് ദർശനം കൊടുക്കാൻ ഇപ്പോൾ വസ്തു വാങ്ങുമ്പോൾ തെക്കോട്ട് മാത്രമേ ദർശനം പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും പലരും നിൽക്കുന്നത്. അങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഞാൻ ഈ സബ്ജക്റ്റ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം തെക്ക് ദർശനം എന്ന് പറഞ്ഞത് ഒരിക്കലും ഈ പറഞ്ഞതിൽ ആൾക്കാരെ ഭയപ്പാട് പെടുത്തുന്നൊരു ദിക്കായിട്ടാണ് ആൾക്കാർ പലരും. പക്ഷേ മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ 4 ദിക്കിലേക്കും വീട് പൂമ്പം വരുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ തെക്ക് ദർശനം കൊടുക്കുന്ന വീടിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഉച്ചം നീചം എന്നൊരു കണക്കുണ്ട്. അതായത് നമ്മുടെ ഫേസിൽ നമ്മുടെ മൂക്ക് വരേണ്ട സ്ഥാനത്തിൽ വരാം. ചെവിയിരിക്കുന്നത് മൂക്ക് വരാൻ പാടില്ല, വൃത്തികേടായിപ്പോൾ കാണാനും വൃത്തികേടായി. അപ്പോൾ ശ്വസനം എന്നുള്ള രീതിയിൽ തെക്കിന് സംബന്ധമായിട്ട് അതിൻ്റെ ഉച്ചസ്ഥാനത്ത് തന്നെ പൂമുഖവാതിൽ കൊടുക്കണം. അതല്ലാതെ അവിടെ വേറെ മറ്റേ 3 ദിക്കിലും എന്തെങ്കിലും അല്പം മാറിപ്പോയാലും ഈ തെക്കിൻ്റെ സംബന്ധിച്ച് പൂമുഖവാതിൽ പ്രധാന വാതിൽ കൊടുക്കുന്ന സ്ഥാനത്ത് തന്നെ കൊടുക്കണം. ഈ ഒരുപാട് ബിസിനസ്സുകാരുടെ എല്ലാ വളർച്ചയും തെക്ക് ദർശനമാണ്. വലിയ വലിയ പോലീസ് മേധാവികൾ, പട്ടാള മേധാവികൾ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതും നല്ലതാണ്. അപ്പോൾ തെക്കെന്നും പറഞ്ഞ് യമതെക്കെന്നും പറഞ്ഞത് ദക്ഷിണ ധ്രുവത്തിൽ കാന്തിയ വലയം അവിടെ സൗത്തിലേക്ക് വരുന്ന അങ്ങോട്ട് പാസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ തെക്ക് ഭാഗത്താണ് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ പണ്ടത്തെ പുരാണമായി എത്രയോ ഐശ്വര്യമായുള്ള വീടുകൾ തെക്ക് ദർശനം ഇട്ടിട്ടുണ്ട്. അത് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല അല്ലേ? എൻ്റെ കുടുംബ വീട് തെക്ക് ദർശനം. ശരി, ഓക്കെ സാർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, ഇതാരാ വിളിക്കുന്നേ? ദിവ്യ, കുറച്ചുകൂടി ഉറക്കെ സംസാരിക്കാവോ? ഹലോ, ഇത് ദിവ്യയാണ്. എവിടെന്നാ ദിവ്യ വിളിക്കുന്നത്? പട്ടം. ഓക്കെ ദിവ്യ, സംശയം പറഞ്ഞോളൂ സാറിനോട്. ദിവ്യ, ഇപ്പൊ നമ്മളൊരു പുതിയ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അതില് പടിഞ്ഞാറ് നോക്കിയാണ് അടുക്കള മീൻസ് ഈ ഗ്യാസില് ജോലി ചെയ്യണമെങ്കിൽ അത് പടിഞ്ഞാറ് നോക്കിയാണ് ചെയ്യേണ്ടത്. ഇത് ഫ്ലാറ്റ് ആണോ സിംഗിൾ വീടാണോ? സിംഗിൾ വീട്.
ഓക്കെ, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണോ നിൽക്കുന്ന അടുക്കള? വടക്ക് പടിഞ്ഞാറ് ഭാഗം. കിഴക്ക് നോക്കിയാണ് വീട്. ആയിക്കോട്ടെ. വടക്ക് പടിഞ്ഞാറ് അടുക്കള വരുന്നതിന് യാതൊരു തടസ്സമില്ല. ശാസ്ത്രപരമായിട്ട് 2ാം സ്ഥാനമാണ്. ആ വടക്ക് പടിഞ്ഞാറ് വായു കോണാണ്. വായു കോണിൽ പടിഞ്ഞാറോട്ട് നോക്കി നിന്ന് ആഹാരം പാഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. ആ ദിക്കിൽ അത് കിഴക്ക് നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയുള്ളത്, തെക്ക് കിഴക്കേ മൂലഭാഗത്ത് അടുക്കള, അതിനെല്ലാം കർശനമായിട്ടും കിഴക്കോട്ട് നോക്കി തന്നെ ആഹാരം പാകം ചെയ്യണം. ഉച്ച കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറോട്ടാണ്. ഈ ദിക്കിൽ മാത്രം കൊടുക്കുമ്പോൾ പടിഞ്ഞാറ് നോക്കി ആഹാരം പാകം ചെയ്യാൻ തെറ്റില്ല. ഓക്കെ ദിവ്യ, സംശയം മാറുന്നു വിശ്വസിക്കുന്നു. വിളിച്ചതിൽ സന്തോഷം. അതുപോലെ തന്നെ വീടിൻ്റെ ടോയ്ലറ്റ് പണിയുമ്പോൾ ഏത് മൂലയിലാണ് ടോയ്ലറ്റ് കൊടുക്കേണ്ടത്, ഏത് കോർണറിലാണ് കൊടുക്കേണ്ടതെന്ന് പലർക്കും ഒരു ഡൗട്ടാണ്. അത് എങ്ങനെ? കോർണറിൽ ഒരിക്കലും തന്നെ ടോയ്ലറ്റ് കൊടുക്കാൻ പാടില്ല. ഇല്ല. വീടിൻ്റെ ഒരു മൂല, പ്രധാനപ്പെട്ട കോർണർ 4ആണല്ലോ. അതെ. ഈ 4 കോണിലും ടോയ്ലറ്റ് കൊടുക്കരുത്. മൂലയിൽ കൊടുക്കാതെ എവിടെയെല്ലാം നമുക്ക് ടോയ്ലറ്റ് കൊടുക്കാൻ സ്ഥലമുണ്ട്. പിന്നെ എന്തിനാണ് മൂല? പണ്ട് കാലത്ത് സൗകര്യം കണക്കാക്കിയാണ് ആൾക്കാരുടെ അടുത്ത് നേരെ അന്ന് കൊടുക്കുന്നത്. അതെല്ലാം ഇപ്പോൾ മാറി. ഇപ്പോൾ അതൊന്നും ഒരിക്കലും ചെയ്യില്ല. അല്ലാത്തൊരിക്കലും ചെയ്യാമല്ലോ. മൂലയിൽ ഒരു മൂലകളിൽ കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായ തരങ്ങളും കാര്യങ്ങളും എർത്താവും. കോർണറിൽ ചെന്ന് തങ്ങുന്നതെല്ലാം എർത്താവും. ഹോളിൽ കൂടെ എൻ്റെ ബേസിനിൽ കൂടെ ആയിരുന്നെല്ലാം വെള്ളം മണ്ണ് ഹോളിൽ എർത്താം. അതുകൊണ്ടാണ് ഒരിക്കലും തന്നെ കോണിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഴികളും പാടില്ല എന്ന് പറയുന്നതാണ്. സെപ്റ്റ് ടാങ്ക് ഇതെല്ലാം തന്നെ മൂലകളിൽ കുഴിയെടുത്ത് അങ്ങ് എർത്തായി നമ്മുടെ ഊർജ്ജ പ്രഭാവം നേരെ എർത്താവും. അതുകൊണ്ടാണ് ചെയ്യില്ലെന്ന് പറയുന്നത്. അതിനകത്ത് വലിയ അന്ധവിശ്വാസമൊന്നും വേണ്ട. ഇതാണ് എൻ്റെ. ഓക്കെ സാർ, നമുക്കിനി ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഗൃഹപാഠത്തിലെടുക്കാം ഒരു ചെറിയ ബ്രേക്ക്. ഗൃഹപാഠം തുടരുന്നു. നമ്മുടെ ഇന്നത്തെ ഗൃഹപാഠം ചർച്ച ചെയ്യുന്ന വിഷയം വാസ്തുശാസ്ത്രവും ജീവിതവും എന്നതിനെക്കുറിച്ചാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയവും താഴെ കാണുന്ന നമ്പറിൽ 2 മണി വരെ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം. ഇന്നത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു പ്രശസ്ത വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാർ, ഇപ്പോൾ വീട് പണി കഴിപ്പിച്ചതിന് ശേഷം 6 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് കൂടിപ്പോയി, കുറഞ്ഞുപോയി, അത് ചെത്തി മാറ്റണമെന്നൊക്കെ പൊതുവേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ശരിയായ ഒരു പ്രവണതയാണോ? പണി കഴിപ്പിച്ചതിന് ശേഷം അത് അങ്ങനെ നോക്കാൻ പാടുണ്ടോ? എങ്ങനെയാണ് ഇത്? ഒരു നാടൻ പ്രയോഗമാണ്. പണ്ടത്തെ ആരൂഢത്തിലുള്ള കണക്കുകൾ. അതിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണച്ചുറ്റിലേക്ക് ആയിപ്പോണെങ്കിൽ പിന്നെ അതിനെ കുറേ ചെത്തി മാറ്റണം, എടുക്കണം എന്നൊക്കെ ഒരു. അത് ശരി. ഇതൊന്നും തന്നെ ഇപ്പോഴത്തെ കോൺക്രീറ്റുകളിൽ ഒന്നും ചെത്താനും പിടിക്കാനൊന്നും പോകണ്ട. അതൊക്കെ അന്ധവിശ്വാസപ്പെടുന്നതാണ്. ഞാൻ ഒരിക്കലും. പക്ഷേ ആരൂഢത്തിൻ്റെ കണക്കുകളും ഇന്നത്തെ കോൺക്രീറ്റ് കണക്കുകളും ആനയാടും പോലെ വ്യത്യാസമുണ്ട് പ്രാക്ടിക്കലായിട്ട്. അതെ. ബേസിക്കായിട്ടുള്ള കണക്കുകൾ ഓക്കെ, അല്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ അതിനകത്തുണ്ട്. അത് കണ്ടെടുത്ത് ഇത് കൈകാര്യം ചെയ്യുന്നവർ നോക്കേണ്ടതാണ്. അത് നോക്കില്ല. കാരണം പണ്ടത്തെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത് മനുഷ്യാലോചന, ബൃഹസംഹിത ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ 500-600 വർഷത്തിന് മുമ്പ് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അതിൻ്റെ വിവർത്തനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടേയിരുന്നത്. അതിനൊരു വിപരീതമായിട്ട് ഞാനാണ് കേരള ഗവൺമെൻറ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാസ്തുശാസ്ത്ര അന്നും എന്നുള്ള പുസ്തകം രചിച്ചത്. എൻ്റെ 4 പതിപ്പ് കഴിഞ്ഞു. ധാരാളം കേരളത്തിൽ വിറ്റഴിഞ്ഞു പോണ്. ആ പുസ്തകം ഒന്ന് വായിച്ച് മനസ്സിലാക്കാമെങ്കിൽ ഈ സംശയങ്ങളൊക്കെ മാറുന്നത്. കാരണം ഞാൻ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഒരുപാട് എന്തിനാ ചെത്തണത്, അല്ലെങ്കിൽ തന്നെ അതിന് ബലം കിട്ടുമോ? അത് നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ നിങ്ങളുടെ വീട് മരണച്ചുറ്റി കിടക്കുകയാണ്, തട്ടിപ്പോന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വെറുതെ ഭയപ്പെടില്ലേ? എന്താണ് പക്ഷേ ഈ ചുറ്റും കാര്യങ്ങൾ ഉണ്ടില്ല ഞാൻ പറയുന്നില്ല. അതൊക്കെ ആരോടായിട്ട് ബന്ധപ്പെട്ട കണക്കിലുണ്ട്. ഇതിന് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. അതെ. പണ്ടത്തെ തറവാട് വീടുകളിലാണെന്ന് തോന്നുന്നു കൂടുതലും. തറവാട് ഞാൻ പറഞ്ഞു ആരൂഢത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആരൂഢം. അല്ല, ഇന്നത്തെ കോൺക്രീറ്റ് വീടിന് ഏതാ ആരൂഢമുള്ളത്? അതുകൊണ്ട് അതും ഇതോടെ ഒരുപാട് അന്തരമുണ്ട്. അത് മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നവർ പറഞ്ഞു കൊടുത്താൽ. ഓക്കെ സാർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് നിന്നാണല്ലോ. പേര് പറയാമോ? പേര് മിനി. ഓക്കെ മിനി ചേച്ചി, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. സംശയം പറഞ്ഞോളൂ സാറിനോട്. പറഞ്ഞോളൂ. ഞങ്ങൾ വീട് പണിയാനായിട്ട് ഒരു പ്ലോട്ട് മണ്ണൊക്കെ എടുത്തിട്ടു.
അപ്പൊ ഒരു സ്ഥാനക്കാരനെ വിളിച്ചപ്പോ നടുക്കായിട്ട് സെന്ററിലായിട്ട് കുറ്റി അടിച്ചു. സെൻട്രലായിട്ട് കുറ്റി അടിച്ച് സെന്ററിലായിട്ടാ കുറ്റി അടിച്ചത്. അതായത് ഇത് ഈ കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് വടക്കോട്ട് ഒരുപാട് നമ്മളെ ഇവിടുത്തെ സൗത്തിലേക്കും നോർത്തിലേക്കും ഒരുപാട് കണക്കുകൾ വ്യത്യാസമുണ്ട്. സാധാരണ ഇവിടെ സ്ഥിരവാസ്തു, ചരവാസ്തു, നിത്യവാസ്തു എന്നൊക്കെ കണക്കുകളുണ്ട്. അപ്പോൾ സ്ഥിരവാസ്തു എന്നുള്ള രീതിയിലാണ് തെക്ക് പടിഞ്ഞാറേ മൂലഭാഗത്ത്, അതായത് കന്നിമൂല എന്ന ഭാഗത്താണ് സാധാരണ ആദ്യ കുറ്റി സ്ഥാപിക്കുന്നത് കേട്ടോ. അല്ല നടുക്ക് കുറ്റി കന്നിമൂലയിൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് വേറൊരാളെ വിളിച്ചപ്പോ അയാള് കിഴക്ക് വടക്കായിട്ട് ഈശാന കോണിൽ ഒരു കുറ്റി അടിച്ചിട്ട് ഒരു പക്ഷേ വടക്ക് കിഴക്കേ ഭാഗത്ത് കുറ്റി അടിച്ച് കണക്കെടുത്ത് തന്നാലും കുഴപ്പമില്ല. തെക്ക് മധ്യഭാഗത്ത് കുറ്റി അടിക്കുന്നത് പാടില്ല കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ ഇനി കന്നിമൂലയിൽ അടിക്കണം അല്ലേ? അതെ, അവിടെ അടിച്ച് കണക്കെടുക്കണം. കിഴക്ക് വടക്കായിട്ടാണ് അടുക്കള വന്നേക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ കോൺക്രീറ്റ് വീടല്ലേ നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. നിങ്ങൾ ഒരു പ്ലാൻ വരച്ചെന്നൊരു എഞ്ചിനീയറാണോ? അതെ അതെ. ആ എഞ്ചിനീയറോട് പറഞ്ഞൊരു സെറ്റ് ഔട്ട് ചെയ്ത് തരാൻ പറയണം. കുറ്റിയുടെ കേസൊക്കെ കളയൂ, ഒന്നും വേണ്ട. നിങ്ങൾ തറക്കല്ലിടുന്നത് കണക്കാക്കി എടുത്താൽ മതി കേട്ടോ. കുറ്റിയടിയൊക്കെ പണ്ടത്തെ ആരോടെ കണക്കോട്ട് ബന്ധപ്പെട്ടാണ് കുറ്റിയടി പ്രസ്ഥാനം നിൽക്കുന്നത്. അതൊന്നും ഇപ്പോഴത്തേക്ക് എൻ്റെ ആവശ്യമില്ല. നിങ്ങൾ തറക്കല്ലിന് അന്ന് മുതലുള്ള കണക്കിനകത്ത് വരുന്നുള്ളൂ. തറക്കല്ല് വിധിപ്രകാരം ചെയ്യണം കേട്ടോ. അത് അവരെ പ്ലാൻ നോക്കിയിട്ട് സെറ്റ് ഔട്ട് ചെയ്ത് തരും. എന്നിട്ട് വിധിപ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലഭാഗത്ത്, അത് നിങ്ങളുടെ നാട്ടിൻ്റെ ഇതനുസരിച്ച് തറക്കല്ലിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ശരി, ഓക്കെ. ഓക്കെ മിനി ചേച്ചി, അപ്പോൾ സംശയം മാറുന്നു വിശ്വസിക്കുന്നു. വിളിച്ചതിൽ സന്തോഷം. അതുപോലെ തന്നെ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് മുറി വരുമ്പോൾ അത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അത് പലർക്കുള്ളൊരു സംശയമാണ്. നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ സാർ? സാധാരണ ഇതിൽ തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നികോണാണ്. ശരി, അഗ്നികോണം. ആ മുറിയിൽ പൊതുവേ ഒരു ചൂടുണ്ടാവും. പിന്നെ ശരിയായ നല്ല ഉറക്കം കിട്ടാത്ത മുറിയുമാണ്. ഏത് വീടായിരുന്നു തെക്ക് കിഴക്കേ മൂലഭാഗത്ത്. അവിടെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ നല്ല മുറിയാണ്. ശരി. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനൊക്കെ നല്ല മുറിയാണ്. ഓഫീസ് മുറിക്ക് പറ്റിയതാണ്. പയ്യന്മാർക്ക് കിടക്കാൻ പറ്റിയ മുറിയാണ്. അത് ശരി, സുഖമായിട്ട് ചെറുപ്പക്കാർക്ക് കിടക്കാം. ഒരു മാരേജ് കഴിഞ്ഞ് ലൈഫ്, അതായത് ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ സ്ഥിരമായിട്ട്, താൽക്കാലികം കിടക്കുന്നില്ല, സ്ഥിരമായിട്ട് കിടക്കുന്ന നല്ലത്. അതുകൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂം ഒരിക്കലും തന്നെ തെക്ക് കിഴക്കേ മൂലഭാഗം നമ്മൾ എടുക്കാറില്ല. അത് ശരി. അല്ലാത്ത ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ മാസ്റ്റർ ബെഡ്റൂം എവിടെ എടുക്കാമെന്ന് ചോദിച്ചിരുന്നാൽ കന്നിമൂല ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഇപ്പുറ സൈഡ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പ്രധാനപ്പെട്ട ബെഡ്റൂം. അതിനെപ്പോലും ചില ആൾക്കാർ അയ്യോ അത് നിരവധി കോണാണ്, ഒരു അസുരൻ്റെ മൂലയാണ്, രാഹുവിൻ്റെ സ്ഥാനമാണ്, പടിഞ്ഞാറ് ശനിയുടെയാണ്, പിന്നെ തെക്ക് ചൊവ്വയാണ്, ഗ്രഹത്തിൻ്റെ സ്വാധീനം, അവിടെയൊന്നും പാടില്ല. ഇങ്ങനെയും പറഞ്ഞ് നമ്മളിത് പ്രകൃതിയുടെ ചില പോസിറ്റീവ് എനർജി കിട്ടുന്ന ചില തരംഗങ്ങളുടെ അടുത്താണ് നമ്മളിതൊക്കെ ചെയ്യാൻ പറയുന്നത്. തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് കന്നിമൂലയിൽ പ്രധാനപ്പെട്ട ബെഡ്റൂം വരുന്നത് ഏറ്റവും നല്ലതാണ്. കഴിയുമെങ്കിൽ തെക്കോട്ട് തല വെച്ച് കിടക്കുക. തെക്കോട്ട് അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ കിഴക്കോട്ടാവാം. ഒരിക്കലും തന്നെ പടിഞ്ഞാറോട്ടും വടക്കോട്ടും ചെയ്യരുത് കേട്ടോ. അതിനെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ തെക്കോട്ട് തല വെച്ച് കിടക്കുന്നത് യമദിക്കല്ലേ, മരിക്കുന്ന ആൾക്കാരിലെ തെക്കോട്ട് തല വെച്ച്, ഇങ്ങനെയൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് കേട്ടോ.